കുട്ടിക്കാലത്ത് കാർട്ടൂൺ കണ്ടവരായിരിക്കും അല്ലേ? എന്നാൽ നമുക്ക് ഒരിപ്പെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഒന്ന് സ്വന്തമായി കാർട്ടൂൺ നിർമ്മിക്കണമെന്ന്? എന്നാൽ ഈ കാർട്ടൂൺ നമ്മളെ ചിരിപ്പിക്കുകയും അതുപോലെ തന്നെ തിങ്ക് ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ കാർട്ടൂൺ. ഈ കാർട്ടൂൺ നമ്മളിങ്ങനെ നോക്കിയിരുന്നു. ഈ കാർട്ടൂൺ പല കാർട്ടൂണുണ്ട്. ഇങ്ങനത്തെ ഓരോ കാർട്ടൂണുകൾക്കും അതിൻ്റേതായ ഇഷ്ടം നമുക്ക് ഉണ്ടാകും. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെ നമ്മുടേതായ കാർട്ടൂൺ നിർമ്മിക്കാമെന്നാണ്. എന്നാൽ സമയമൊന്നും വൈകിക്കാതെ വീഡിയോയിലേക്ക് കടന്നാലോ? ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയൊന്നാലും ആനിമേഷനല്ല ചെയ്യാൻ പോകുന്നത്, അത് വേറൊരു കാര്യം. ഇന്ന് നമ്മൾ ആപ്സ് ഏതൊക്കെയാണ് ബെസ്റ്റായിട്ട് വേണ്ടത് അതിനെപ്പറ്റിയാണ് നോക്കാൻ പോകുന്നത്. ആപ്സ് നോക്കി ഇതിൻ്റെ വീഡിയോൻ്റെ പാർട്ട് 2-ൽ നമുക്ക് ആനിമേഷനെ പറ്റിയും ചർച്ച ചെയ്യാം. അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ മുമ്പോട്ട് പോകാൻ പോകുന്നത്. അതിൽ നിന്ന് നമ്പർ 5 പറ്റി നോക്കാം. ഇത് ഫ്ലിപ്പ് ക്ലിപ്പ് ആനിമേറ്ററാണ്. ഇതാണത്. ഈ ഫ്ലിപ്പ് ക്ലിപ്പ് ആനിമേറ്ററിൽ ഒരു 10 മിനിറ്റെല്ലാം എടുത്ത ഇതുപോലുള്ള ആനിമേഷൻ ഇത് ചെയ്യാൻ പറ്റും. അതുപോലെ 5 മണിക്കൂർ എടുത്താൽ മാത്രം 5 മണിക്കൂറിൽ അതിലും കൂടുതൽ സമയം എടുത്താലേ ഇങ്ങനെയുള്ള ആനിമേഷൻ ചെയ്യാൻ പറ്റും. അതാണ് ഇവൻ്റെ ഒരു രീതി. ഗൈസ്, നമ്മുടെ 4ാം സ്ഥാനത്ത് MGOC 2 ആണ്. ഇതാണ് MGOC 2. നല്ല ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്, നല്ലൊരു മൂവ്മെൻറ്റ്. പക്ഷേ 2 ക്യാരക്ടർ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ ഇതിന് 4ാം സ്ഥാനം നൽകുന്നത്. അല്ലെങ്കിൽ ഇതിന് 1 റാങ്കിങ് തന്നെ നൽകേണ്ടതായിരുന്നു ഗൈസ്. പക്ഷേ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആപ്ലിക്കേഷനാണ്. നല്ല ഗ്രാഫിക്. ഇത് എപ്പോൾ ഡൗൺലോഡ് ചെയ്യണം ഗൈസ്? ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പ്ലോട്ടോഗണാണ് ഗൈസ് അടുത്ത ആപ്പ്. പ്ലോട്ടോഗൺ ഏറ്റവും മികച്ച ഒരു ആപ്പുകളിലൊന്നാണ്. ആനിമേഷന് പ്ലോട്ടോഗൺ അല്ലാതെ മറ്റൊന്നും വേണ്ട. പക്ഷെ ഇതിൻ്റെ 3 സ്ഥാനം എന്തുകൊണ്ട് നൽകിയെന്ന ചോദ്യത്തിന് ഉത്തരം ഒന്നേ ഉള്ളൂ. ഇത് കുറേ പെയ്ഡ് വെർഷൻസാണ്. പെയ്ഡാണ് ഈ പ്ലോട്ടോഗൺ നമുക്ക് ആവുന്നത്. ഇതിൻ്റെ ഫ്രീ വെർഷൻ കിട്ടിയെങ്കിൽ ഇതിന് 1ാം സ്ഥാനം വെക്കും. ഹാക്ക് ചെയ്യാതെയുള്ള ഫ്രീ വെർഷൻസ് കുറവാണെന്നല്ല, ഇല്ലാന്ന് തന്നെ ചുരുക്കി പറയാം. ഫ്രീ വെർഷൻസ് ഉണ്ട്, എന്നാലും ഇതിൻ്റെ പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്ന വെർഷൻ ഫുൾ പെയ്ഡാണ്. ഇതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് സാക്ഷാൽ ഗൂഗിളിൻ്റെ ടൂൺടാസ്റ്റിക് ആണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ആപ്ലിക്കേഷനായിട്ട് എനിക്ക് തോന്നി. ഇതിനാണ് ഇതിന് 2ാം സ്ഥാനം. നമ്മൾ സാധാരണ ആളായിട്ട് ആനിമേഷൻ ചെയ്ത് ഇതുപോലെ ആനിമേഷൻ ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ ഒരു ഫീച്ചറിങ്. ഇത് മോഡലിംഗ് ഇല്ലേ, കണ്ടോളൂ. ഇങ്ങനെ ആനിമേഷൻസ് നടക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു പോലും. അതുകൊണ്ടാണ് ഇതിന് 2ാം സ്ഥാനം കൊടുക്കുന്നത്. ഒരു ഒന്നൊന്നര ആപ്പാണ് ഗൈസ്. ഇത് ഡൗൺലോഡ് ചെയ്യുക ഒരിക്കലും മറക്കരുത്. എന്നാൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. പിന്നെ നമ്പർ 1ലേക്ക് വന്നതിന് മുമ്പ് ഒരു ബ്ലാക്ക് സ്ക്രീൻ, ഇതൊരു കാര്യമാണ് ഗൈസ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ഞെക്കാനോ ബെല്ലൈക്കൺ അമർത്താനോ മറന്നു പോകരുത്. ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസിന് വേണ്ടി വേഗം തന്നെ ബെല്ലൈക്കൺ ഞെക്കൂ. അപ്പം സബ്സ്ക്രൈബും ക്ലിക്ക് ചെയ്യൂ. അപ്പോൾ നമ്മുടെ നമ്പർ 1 ഏറ്റവും അടിപൊളിയായിട്ടുള്ള ആപ്പാണ് ട്വിൻ ക്രാഫ്റ്റ്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ആപ്പ്. ഞാൻ അത് വെച്ചിട്ട് എത്ര ആനിമേഷൻ ഉണ്ടാക്കിയെന്നതിൽ കണക്കില്ല. വെറും ആനിമേഷനല്ല, നല്ല ഗ്രാഫിക്കുള്ള തിരിയുന്ന അടിപൊളി ആനിമേഷൻസ്. ഈ ആപ്പ് ഒരിക്കലും ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. ഞാൻ ഇതുകൊണ്ട് തന്നെയാണ് 1ാം സ്ഥാനം നൽകിയെന്നത്. I download this app, so you download this app. എന്ന് മറന്നു പോകാതെ തന്നെ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, മറക്കരുത് ചെയ്യുക. ഈ ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നൽകിയിട്ടുണ്ട്.
ചിരിപ്പിച്ച് നമ്മളെ കൊല്ലുന്ന കാർട്ടൂണിൻ്റെ ലോകം അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നിന്നും നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഗായ്സ്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇന്നത്തെ വീഡിയോയുടെ എല്ലാ ആപ്പുകളും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഇതോടെ ഇന്നത്തെ വീഡിയോ കണ്ടവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.